ദേ പിന്നെയും അപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് വിചാരിച്ച് ആരും ഓടിപ്പോകണ്ട. നല്ല സൂപ്പർ അപ്പമാണ്. മുൻപ് ഞാൻ ഇത് റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം ആരും വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് റെസിപ്പിയൊക്കെ ചോദിച്ച് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെ വീണ്ടും ഇടുകയാണ് കേട്ടോ. പാരഗൺ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സൈഡ് നല്ല ലേസ് വെള്ള അപ്പം ഉണ്ടല്ലോ, അതുപോലത്തുള്ള നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കിട്ടുന്നത്. ഈ അപ്പത്തിലേക്ക് അരയ്ക്കാനായിട്ടുള്ള ചോറ് നമ്മൾ പച്ചരി വേവിച്ചിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ നമ്മൾ കുത്തരിയുടെ ചോറല്ല എടുക്കുന്നത്. ഇഡ്ഡലി റൈസ് വേവിക്കുന്ന ചോറാണ് ഏറ്റവും നല്ലത്. ഇഡ്ഡലി റൈസ് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും കാണില്ല, അതുകൊണ്ട് ഞാനിവിടെ റേഷൻ കടയിലെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. അത് ഒരു ഗ്ലാസ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് 2 വിസിൽ വേവിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മേളിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന പച്ചരി 5000 പച്ചരിയാണ്, അതൊരു 7 ഗ്ലാസ്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയുടെ ചോറും പിന്നെ 7 ഗ്ലാസ് പിന്നെ ഇത് 5000 പച്ചരി, പിന്നെ 3 ഗ്ലാസ് തേങ്ങ. അപ്പോൾ ഇത് ഞാൻ ചെറിയ ഗ്ലാസ്സിൽ അളക്കുന്നതുകൊണ്ടാണ് ഇത്രയും 7 ഗ്ലാസ്സൊക്കെ പച്ചരി എടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഈ അളവ് കറക്റ്റായിട്ട് അതിന് നിങ്ങളുടെ കയ്യിൽ അളവ് ഗ്ലാസ്സിൽ അതിനനുസരിച്ച് എടുക്കുക. ഒരു ഗ്ലാസ് പച്ചരി വേവിക്കുമ്പോൾ നമുക്ക് 3 ഗ്ലാസ് ചോറ് കിട്ടും. അത്രയും ചോറ് എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കരുത്, അല്പം കുറഞ്ഞാലും കൂടരുത്. ഇത് ചോറ് കൂടിപ്പോയാൽ അപ്പത്തിന് ഒരു ചളിചെളുപ്പും ഒട്ടലൊക്കെ ആയിപ്പോവും. ഇതിന് തേങ്ങ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലത്തുള്ള തേങ്ങ എടുക്കരുത്. കണ്ടോ, ഇത് ഉണങ്ങിയ തേങ്ങയാണ്. അത് എടുക്കുമ്പോൾ അപ്പത്തിൻ്റെ കളർ പോകും, അപ്പത്തിനൊരു ചുമന്ന കളറായി പോകും. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ അധികം മൂക്കാത്ത തേങ്ങ തന്നെ എടുക്കുക. ഈ ഭാഗം ഒരു വെളുത്തിരിക്കുന്ന തേങ്ങ, അതാണ് ഏറ്റവും നല്ലത്. പച്ചത്തേങ്ങ തന്നെ, അധികം മൂക്കാത്ത പച്ചത്തേങ്ങയാണ് ഏറ്റവും നല്ലത്. പറയുവാണെങ്കിൽ ഒരു 3/4 വിളവ് ഉള്ള തേങ്ങ. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചോറ് ചെറിയ ചൂടിൽ തന്നെ ചേർക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ അതൊന്ന് പിന്നെ ഫെർമെൻറ്റേഷൻ എളുപ്പമായിരിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുക. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം വെക്കുന്നത് കൊണ്ട് ഇതിനകത്ത് 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് പെട്ടെന്ന് അരയ്ക്കാനാണ്, അതായത് അരി കുതിർന്ന ഉടനെ അരയ്ക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റൊക്കെ ചേർക്കണേ. ഈസ്റ്റ് എപ്പോഴും നല്ല ഈസ്റ്റ് തന്നെ ചേർക്കണേ. ഇനി ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളമാണെങ്കിൽ അരിയുടെ അതേ അളവിൽ വെള്ളം ഒഴിക്കണം, അത് കൂടിപ്പോകരുത്. അത് ജസ്റ്റ് അതിൻ്റെ നെതൊക്കെ ഒന്ന് നിന്നാൽ മതി, അതിനെ ഒന്ന് മൂടി നിന്നാൽ മതി. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇതിനകത്ത് വെള്ളം വേസ്റ്റായി പോവും. നാളെ നമ്മളതെടുത്ത് കളയേണ്ടി വരും, കാരണം അപ്പത്തിന് വെള്ളം കൂടിപ്പോയാലും അഴുക്കാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഞാനിത് രാത്രിയിൽ ഇത് ഒരു 10 മണിയായപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. രാവിലെ ഞാനൊരു 6 മണിക്ക് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, 6 മണിയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഇത് മാവ് നന്നായിട്ട് മാവല്ല അരിയെല്ലാം നന്നായിട്ട് കണ്ടോ, ഇത് കണ്ടോ, എല്ലാം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഉപയോഗിച്ച് തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. പിന്നീട് മിക്സിയുടെ ജാറ് കഴുകുന്ന 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ എല്ലാം ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത് കഷ്ണങ്ങളാക്കിയാണ് ചേർക്കുന്നെങ്കിൽ അടുത്ത ദിവസം അരയ്ക്കുമ്പോൾ അത് അരഞ്ഞു കിട്ടത്തില്ല. പുളിച്ച് കഴിഞ്ഞാൽ തേങ്ങ അരയാൻ ഭയങ്കര പാടായിരിക്കും. അന്നേരം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കഷ്ണങ്ങളായിട്ടുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കണം. ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം നിങ്ങൾ 5000 പച്ചരി അല്ല, റേഷൻ കടയിലെ പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ അരി നന്നായിട്ട് കഴുകി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറ് നല്ല വെളുത്ത കളറ് മാറി പച്ചവെള്ളം പോലെ തന്നെ കിട്ടുന്നതുവരെ അരി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ അതും അരച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊരു ചെറിയ പശ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പശയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ മാവിനകത്തോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. മാവ് പൊന്തി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും, ഇപ്പോൾ വേനൽ സീസൺ ആയതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പൊന്തി വരാൻ തുടങ്ങും. 1 മണിക്കൂർ ഒക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് നല്ലപോലെ പൊന്തി കിട്ടും. പിന്നെ മഴക്കാലമാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇത് മാവ് പൊന്തി വരാൻ തുടങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇനി അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ഒരു 3/4 ഭാഗം പൊന്തി കഴിഞ്ഞാൽ ഉടനെ ഈ മാവ് നിങ്ങൾ അടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയാൽ മതി.
അപ്പത്തിനാണേലും ഇഡ്ഡലിക്കാണേലും ദോശയ്ക്കാണേലും മാവ് പുളിച്ച് പൊന്തി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പുളിച്ച് പൊന്തി കളഞ്ഞ മാവിന് ടേസ്റ്റ് കുറവായിരിക്കും. ഇത് കണ്ടോ, അരച്ച് വെച്ച മാവും 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് പൊന്തി വന്ന് കാണിക്കുകയാണ്. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്, നല്ല പതുപതാന്ന് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കൂടുതൽ സമയമൊന്നും വെച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇതുപോലെ മാവ് പൊന്തി വരും. ഈ സമയത്ത് നിങ്ങളെടുത്ത് ഫ്രിഡ്ജിനകത്തോടെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു മണീനെ എപ്പോഴാണ് നിങ്ങൾക്ക് അപ്പം ചുടേണ്ടതെന്ന് വെച്ചാൽ അന്നേരം ചുട്ടെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ തന്നെ അപ്പം ചുടുകയാണേ. ഇതുണ്ടോ, നല്ല ലേസ് പോലുള്ള അപ്പം കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ല മുരിഞ്ഞ് എടുക്കുമ്പോൾ നല്ല കൊട്ട പോലെ മുരിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല അപ്പമാണ് ഇത്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അപ്പത്തിൻ്റെ രീതിയാണിത്. ഇത് തേങ്ങ എപ്പോഴും പച്ചത്തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ രണ്ടും മാറി മാറി എടുക്കും. എന്നാലും നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും നല്ല അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പല രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ, അതായത് അരിയും ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുതിർത്തിട്ട് പിന്നെ അരച്ചെടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അത്രയും നല്ല അപ്പം അല്ലാതെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഞാനുണ്ട് പല രീതിയിൽ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. 58-ൻ്റെ പച്ചരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചോറ് വയ്ക്കാനായിട്ട് നിങ്ങൾ ഇഡ്ഡലി റൈസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ സാധാരണ നോർമൽ പച്ചരി എടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ മാവ് പതഞ്ഞ് പൊന്തി കളയരുത്. അങ്ങനെ കളഞ്ഞു പോയാലും അപ്പം അത്രയും നല്ല സോഫ്റ്റ് എന്നല്ല, ആ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. അപ്പത്തിന് മാവിനൊരു പുളി രസമൊക്കെ വരും. ഇതിനാണെങ്കിൽ നോർമൽ പുളി രസമുള്ള അപ്പമാണ്. ഈ മാവ് നമുക്ക് ബാലൻസ് വരുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അടുത്ത ദിവസം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ അപ്പം ചുട്ടെടുക്കാം. നല്ല അപ്പമാണ് അപ്പോഴും കിട്ടുന്നത്. ഈ രീതിയിൽ മാവ് അരച്ച് വെച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മാവാണെങ്കിലും ഒരാഴ്ച വരെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. എടുക്കുന്ന പച്ചരി നല്ലതായിരിക്കണം. അതുപോലെ തന്നെ ഇഡ്ഡലി റൈസിൻ്റെ ചോറ് എടുക്കുക, പച്ച തേങ്ങ തന്നെ എടുക്കുക. പെർഫെക്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം.